ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കടുവയെ പറ്റിയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക വനങ്ങളിലും കടുവയെ കാണാനായി സാധിക്കും. ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടാണ് കടുവ അറിയപ്പെടുന്നത്. കടുവ മാംസഭുക്കാണ്. മാർജാര കുടുംബത്തിലെ ഏറ്റവും കരുത്തനായാണ് കടുവ. കടുവയ്ക്ക് ഏതാണ്ട് 8 അടിയോളം നീളവും 150 മുതൽ 260 കിലോ വരെ ഭാരവും ഉണ്ടായിരിക്കും. ഓറഞ്ച് നിറത്തിൽ കറുത്ത വീതി കൂടിയ വരകളാണ് കടുവകളുടെ രോമങ്ങളിൽ ഉള്ളത്. ഈ വരകളാണ് കടുവകളെ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നത്. 4 പാദങ്ങളും കൂർത്ത നഖങ്ങളും കൊണ്ടാണ് ഇവ മാൻ, മ്ലാവ്, കാട്ടുപന്നി, കുരങ്ങ്, കാട്ടുപോത്ത് മുതലായ ചെറുതും വലുതുമായ മൃഗങ്ങളെ വേട്ടയാടുന്നത്. ഇവ ഇരയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ചാടി പിടിച്ചാണ് ഇരയെ കൊല്ലുന്നത്. കൊന്നിട്ട സ്ഥലത്ത് വെച്ച് തന്നെ ഇവ ഭക്ഷിക്കാറില്ല. കുറച്ച് ദൂരെ വലിച്ചു കൊണ്ടുപോയി അതിന് അനുകൂലമായ സ്ഥലത്ത് കൊണ്ടുവച്ചാണ് കഴിക്കാറ്. കടുവയുടെ കാലിൻ്റെ അടിയിൽ പാടുള്ളത് കൊണ്ട് അത് വളരെ ശബ്ദമുണ്ടാക്കാത്ത രീതിയിൽ പൂച്ചയെപ്പോലെ പതുങ്ങി ഇരുന്നാണ് ഇരയുടെ മേൽ ചാടി വീഴുന്നത്. നീളമുള്ള വാൽ ചാട്ടത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ സഹായകമാകുന്നു. ജലാശയത്തോട് ചേർന്ന സ്ഥലമാണ് ഇവയുടെ വാസസ്ഥാനം. ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് കടുവകൾ. ബംഗാൾ കടുവകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത്. രാത്രിയിലാണ് കടുവകൾക്ക് കണ്ണിന് കൂടുതൽ കാഴ്ച കിട്ടുന്നത്. മങ്ങിയ പ്രകാശത്തിലും കടുവകൾക്ക് കാണാൻ കഴിയും. കടുവകളുടെ മൂത്രത്തിന് ഭയങ്കര രൂക്ഷഗന്ധമാണ് ഉള്ളത്. അതുകൊണ്ടും നഖം കൊണ്ട് മരത്തിൽ കോറി ആണ് അത് അടക്കി വാഴുന്ന പ്രദേശം മനസ്സിലാക്കി വയ്ക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കടുവയ്ക്ക് 200 മുതൽ 260 കിലോ വരെ ഭാരമുണ്ടായിരിക്കും. ഓരോ വനത്തിലും കടുവയുടെ എണ്ണം കൂടുമ്പോൾ അവിടുത്തെ മറ്റ് മൃഗങ്ങളുടെ എണ്ണവും കുറയാറുണ്ട്. 75 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെയാണ് അവയുടെ അധികാര പരിധി. കരുത്തനായ ആൺകടുവ ആയിരിക്കും ആ പ്രദേശത്തിൻ്റെ അധിപതി. ആൺകടുവകൾക്ക് പ്രത്യേക ടെറിട്ടറിയും പെൺകടുവകൾക്ക് പ്രത്യേക ടെറിട്ടറിയും ഉണ്ടായിരിക്കും. ഇണചേരൽ സമയത്ത് മാത്രമേ അവർ ഒന്നിക്കാറുള്ളൂ. ഓരോ ടെറിട്ടറികളിൽ 4 5 ആൺകടുവയും 3 4 പെൺകടുവയും ഉണ്ടാകും. 104 മുതൽ 106 ദിവസം വരെയാണ് പെൺകടുവയുടെ പ്രസവകാലം. ആൺകടുവകൾ അനുകൂല സാഹചര്യങ്ങളിൽ കടുവ കുഞ്ഞുങ്ങളെ തിന്നാറുണ്ട്. ഒറ്റ പ്രസവത്തിൽ 1 മുതൽ 4 വരെ കുഞ്ഞുങ്ങളുണ്ടാകും. കടുവയുടെ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചയുടൻ കണ്ണ് കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും മുറിവുകളുണ്ടായാൽ അവരുടെ നാവിലുള്ള ആൻറ്റിസെപ്റ്റിക് മൂലം ആക്കി ഉണക്കാറുണ്ട്. തന്മൂലം മുറിവ് പഴുക്കാതെയാകും. കടുവയുടെ ശരാശരി ആയുസ് 12 മുതൽ 16 വർഷം വരെയാണ്. കടുവ പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ടെങ്കിലും ഉരുളാറില്ല. കൈക്കൊണ്ടുള്ള ഒരടി മതി ഒരാൾ മരിച്ചു വീഴാൻ. കടുവകൾ സാധാരണ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവയ്ക്ക് ഇര പിടിക്കാനുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും കേട് സംഭവിക്കുമ്പോഴും അവർ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് മറ്റുള്ള കടുവകളുടെ ആക്രമണത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയോ ചെയ്യുമ്പോഴും വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടും നാട്ടിലിറങ്ങി ഉപദ്രവിക്കാറുമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.